വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നിൻ്റെ തമ്മിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന്. അതായത് നമ്മളെ താരം ഇപ്പോഴത്തെ ക്ലൂയി ടിങ് ആളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫേമസ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് യൂട്യൂബറാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഞാൻ ഇടാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് സജഷൻ വരുന്നത് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പം ഇപ്പം 2-3 ദിവസമായിട്ട് ഞാൻ കാണുന്നതാണ് യൂട്യൂബ് ചലഞ്ച്. ആളുടെ ക്ലോയി ടിങ്ങിൻ്റെ ചലഞ്ചാണ് കാണുന്നത്. ഇപ്പം മലയാളീസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേര് ചെയ്യുന്നത് കാണുന്നുണ്ട്. അതിന് പുറമെ ഞങ്ങൾ ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാം ചെയ്യാറുണ്ട്. അതിൽ നമുക്ക് വരുന്ന എൻക്വയറീസിൽ ഇപ്പോൾ ഒരു 5 ആൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ 2 ആൾക്കാരെങ്കിലും ഈ ചലഞ്ച് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ റിസൾട്ട് കിട്ടുന്നവരുണ്ട്, റിസൾട്ട് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം ഈ ക്ലോയി ടിങ്ങിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ആൾ നല്ലൊരു ഫിറ്റ്നസ് പാഷനേറ്റ് ഉള്ള ഒരാളാണ്. ഒരു കോച്ചാണ്, ഫിറ്റ്നസ് കോച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആളുടെ യൂട്യൂബ് ചാനൽ എടുത്ത് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ചാനലാണ്. നമുക്ക് ആ ചാനൽ കണ്ടാൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ തോന്നിപ്പോവും. അതിന് പുറമെ ആളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ല മോട്ടിവേറ്റഡ് ആവും, നല്ല ഇൻസ്പയർഡ് ആവും. അത്രയും നല്ല ബോഡിയും അത്ര നല്ല അയാൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ലേഡിയാണ്. ആൾ വർക്കൗട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ തോന്നിപ്പോവും. പിന്നെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയൊരു ചാനലാണ്. അത്രത്തോനെ വർക്കൗട്ട്സ് ആളുടെ ചാനലിൽ ഉണ്ട്. ഈ യൂട്യൂബ് ചാനലിന് പുറമെ ആൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, cloyiting.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഫ്രീ വർക്കൗട്ട് പ്രോഗ്രാംസ് ഉണ്ട്. അതൊക്കെ വലിയ കാര്യമാണ്. ഒരുപാട് നല്ല പ്രോഗ്രാംസ് ഉണ്ട്. അതായത് 4 weeks സമ്മർ ഷ്രെഡ് ചലഞ്ച്, 25 days ഹവർ ഗ്ലാസ് ചലഞ്ച്, 25 days സ്ലിം തൈ ചലഞ്ച്, അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് അതിൽ കയറി കഴിഞ്ഞാൽ നല്ല വർക്കൗട്ട് പ്രോഗ്രാംസുകൾ ഉണ്ടാവും. അതിന് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടുള്ള വർക്കൗട്ട് പ്രോഗ്രാമിൽ ഡയറക്റ്റ് യൂട്യൂബിലേക്ക് ലിങ്ക് പോകും. അപ്പം ആ 28 അല്ലെങ്കിൽ 30 days പ്രോഗ്രാമിൻ്റെ ലിങ്ക് അതിൻ്റെ അകത്ത് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മതി. പിന്നെ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന യൂട്യൂബിലെ കാര്യമാണ്. ഇപ്പോൾ യൂട്യൂബ് എല്ലാവരും ട്രൈ ചെയ്യുന്ന 2 വർക്കൗട്ട്, ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള 2 വർക്കൗട്ട് ഉണ്ട്. ഒന്ന് 150 million വ്യൂസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ആപ്സ് ഇൻ 2 weeks എന്ന് പറഞ്ഞിട്ടൊരു വർക്കൗട്ട്, 10 minute 11 minute ഒരു വർക്കൗട്ടാണത്. അതേപോലെ തന്നെ ഡു ദിസ് എവറി ഡേ ടു ലൂസ് വെയ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വർക്കൗട്ട് ഉണ്ട്. 68 million വ്യൂസാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പം മിക്കവാറും ആൾക്കാരും ട്രൈ ചെയ്ത് നോക്കാൻ ചാൻസ് ഉള്ള വർക്കൗട്ട് ആപ്സിൻ്റെയാണ്. വയറ് കുറയാന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ പ്രശ്നം. അപ്പം ആപ്സ് ഇൻ 2 weeks എന്ന് പറഞ്ഞിട്ടുള്ള ആ തംബ്നെയിൽ കൊടുത്ത വീഡിയോ ആയിരിക്കും മിക്കവാറും ആൾക്കാരും ട്രൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ ക്ലോയി ടിങ്ങിൻ്റെ വർക്കൗട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാം. 11 minute തന്നെ ആളുടെ കൂടെ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് എത്താൻ പറ്റും. പിന്നെ വേറെ ഒരു മിനിമം ഒരു 6 മാസമെങ്കിലും ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും ആൾക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഇപ്പം വയറ് കുറയാൻ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഒരാളാണ്, വയറ് അത്യാവശ്യം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവും. അങ്ങനത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. സഡനായിട്ട് ഇങ്ങനത്തെ വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യാനേ പാടില്ല. ആദ്യം നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ കോറൊന്ന് സ്ട്രോങ് ആക്കിയതിന് ശേഷം, നിങ്ങളുടെ നട്ടലിനൊക്കെ ഒന്ന് ബലം വന്നതിന് ശേഷം മാത്രം ഇങ്ങനത്തെ വർക്കൗട്ടുകളിലേക്ക് കടക്കുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പെയിൻ ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മളിതിൽ പ്ലാങ്ക്, സ്പൈഡർമാൻ പ്ലാങ്ക്, അതിന് ഒരുപാട് വർക്കൗട്ട് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഷോൾഡറിനൊക്കെ പെയിൻ ഉള്ള ഒരാളാണെങ്കിൽ അവരത് ചെയ്യാൻ പാടില്ല. അങ്ങനെ അപ്പം ഈ ക്ലോയി ടിങ്ങിൻ്റെ തന്നെ അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ക്ലോയി ടിങ്ങിൻ്റെ തന്നെ ഈ വീഡിയോ ഒക്കെ കൊടുത്തതിന് അടിയിൽ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീഡിയോൻ്റെ അകത്തുള്ള മ്യൂസിക് ഭയങ്കര അടിപൊളി മ്യൂസിക്കാണ്. ആ മ്യൂസിക് കേട്ടാൽ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ തോന്നിപ്പോകും. ഇപ്പോൾ ടിക്ടോക്കിലൊക്കെ അത്യാവശ്യം ആൾക്കാർ ഇടുന്നുണ്ട്, ഈ ചലഞ്ച് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ നല്ല അഡിക്റ്റഡ് ആയി പോകും. ആ മ്യൂസിക്കിൻ്റെ ഒരു ഫ്ലോയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തു പോകും. പിന്നെ അപ്പം ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം ഡിസ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് താഴെ ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് അവർ ആദ്യത്തെ കാര്യം പറഞ്ഞത് ഇതിൻ്റെ ടൈറ്റിലിനെ കുറിച്ചാണ്. ഇതിൻ്റെ ടൈറ്റിൽ അവർ SEOനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടൈറ്റിലാണ് അവർ കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ ക്ലോയി ടിങ് തന്നെ അവർ പറയുന്നുണ്ട് എല്ലാ ബോഡിയും യുണീക്ക് അല്ല, ഓരോരുത്തർക്ക് ഡിഫറെൻറ്റ് വർക്കൗട്ട് ആയിരിക്കും, ഡിഫറെൻറ്റ് ഡയറ്റ് ആയിരിക്കും നാളെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതൊരു മോട്ടിവേഷൻ ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അല്ലേ. ദെൻ അതേപോലെ തന്നെ ഇവിടെ വേറെയും പറയുന്നുണ്ട്, highly suggest seeing a health and fitness professional to give you advice on your exercise
എക്സസൈസ് ഫോം ആൻഡ് ഡയറ്ററി നീഡ്സ്. നിങ്ങളുടെ ഒരു ഫിറ്റ്നസ് പ്രൊഫഷണലിനെ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ അവരുടെ റെഫറൻസിൽ മാത്രം അല്ലെങ്കിൽ അവരുടെ സജഷനിൽ മാത്രം നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന്. അപ്പം അതൊന്ന് നിങ്ങൾ ആദ്യം അതുപോലെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ടാർഗറ്റ് ഫാറ്റ് റിഡക്ഷൻ ഇസ് നോട്ട് സയൻറ്റിഫിക്കലി പ്രൂവൻ എന്നും കൂടി ഡിസ്ക്ലെയിമറിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടൊരു പോർഷൻ ഇപ്പോൾ ആപ്സിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കരിക്കാണെങ്കിൽ അങ്ങനെ കുറയ്ക്കാൻ പറ്റില്ല, അങ്ങനെ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് അല്ല എന്നും ആൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളുടെ വർക്കൗട്ട് നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. എങ്ങനെ, ആർക്കൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു. ഇതെങ്ങനെ നമ്മളുടേതായ രീതിയിൽ നമുക്ക് ഈ വർക്കൗട്ടിനെ വെയിറ്റ് ലോസിലാണെങ്കിലും വെയിറ്റ് റിഡക്ഷനിലാണെങ്കിലും പിന്നെ ഓരോരോ പോർഷൻസ് കുറയ്ക്കാനാണെങ്കിലും നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഈ വർക്കൗട്ട്സിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ടുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വെബ്സൈറ്റിലോട്ടാണ് ഡയറക്റ്റ് കയറേണ്ടത്. ഈ യൂട്യൂബിലെ വീഡിയോസ് ചെയ്യാണ്ട് അവരുടെ ഫ്രീ വർക്കൗട്ട് പ്രോഗ്രാം നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഗ്രാം അതിൻ്റെ ലിങ്ക് അനുസരിച്ച് ഡെയിലി അവർ ആഡ് ഓൺ ചെയ്ത് ചിലപ്പം സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ലോ ഇൻറ്റൻസിറ്റി ആയിരിക്കും തരിക, അതിനുശേഷം ഹൈ ഇൻറ്റൻസിറ്റിയിലോട്ട് കയറി പോവുക. അങ്ങനെ പ്രോഗ്രാം ചെയ്യുക. ഒരു സ്പെസിഫിക് ആയിട്ട് ഇപ്പം മാപ്സിനുള്ള മാത്രം വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കുക. ഇനി നിങ്ങൾ ഒട്ടും ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഞാനിപ്പോൾ റെഫർ ചെയ്തിട്ട് ഈ ഒരുപാട് സിമ്പിൾ വർക്കൗട്ട് ഉണ്ട്, സ്റ്റാൻഡിങ് ആപ്സിൻ്റെ വർക്കൗട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അവർ. പക്ഷെ ഞാനിപ്പോൾ 2 വർക്കൗട്ടാണ് ഇതിൻ്റെ അകത്ത് നോക്കിയിട്ടുള്ളത്. ഒന്ന് ഞാൻ എപ്പോഴും ഇപ്പോൾ 2 ഞാൻ കാണിക്കാം ഏതൊക്കെ വർക്കൗട്ടാണ് ഞാൻ നോക്കിയത്. ഈ 2 വർക്കൗട്ടാണ് ഞാൻ നോക്കിയത്. അപ്പം ഇതിൽ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു റഫ് പേജ് എടുക്കുക അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക. അതിൻ്റെ അകത്ത് ഈ വർക്കൗട്ട് കംപ്ലീറ്റ് കണ്ടിട്ട് അതിൽ ഓരോ വർക്കൗട്ടിൻ്റെയും പേര് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, സിമ്പിൾ ടെക്നിക്കാണ്. ഇത് കംപ്ലീറ്റ് എഴുതി വെക്കുക. അതിനുശേഷം പിന്നെ ഒന്നും കൂടി നിങ്ങളത് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തിടുക. നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളതിൽ ടിക്ക് ഇട്ട് വെക്കുക. അപ്പം 21 എക്സസൈസാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് 3 സെറ്റിൻ്റെ 7 വർക്കൗട്ട്, ടോട്ടൽ 21 വർക്കൗട്ട് ഇതിൻ്റെ അകത്തുണ്ട്. അതിൽ ചിലത് റിപ്പീറ്റഡായി വരുന്നുണ്ട്. ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ഒരാളൊക്കെ ആണെങ്കിൽ മിക്കവാറും ഇത് നമ്മൾ ജിമ്മിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഇത് നമ്മൾ എഴുതി വെച്ചതിന് ശേഷം നമുക്ക് ഈസി ആയിട്ടുള്ളത് ടിക്ക് ഇട്ട് വെക്കുക. 2ൻ്റെയും എവറിഡേ ചെയ്യാനുള്ള വർക്കൗട്ടും ആപ്സിൻ്റെ വർക്കൗട്ടും നിങ്ങൾ ടിക്ക് ഇട്ട് വെക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലേക്ക്, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇത് ഒരു റഫാണ് ഞാൻ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ടിക്ക് ഇട്ടിട്ടൊന്നുമില്ല. അത് ഞാൻ എൻ്റെതായ രീതിയിൽ വളരെ അത്ര ഭംഗിയൊന്നുമില്ല, വെറുതെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാനും ഈ വീഡിയോ എടുക്കാനും വേണ്ടി ഞാൻ എഴുതിയതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വർക്കൗട്ടുകൾ കംപ്ലീറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയ സമയത്ത് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പുതിയൊരാളാണ്, ആൾക്ക് മൗണ്ടെയിൻ ക്ലൈമ്പിങ് തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. പിന്നെ പുഷപ്പ്, അപ്പോൾ അതിൽ 5ാമത്തെ വർക്കൗട്ട് വരുന്നത് പുഷപ്പാണ്. ഈ പുഷപ്പ് മിക്കവാറും ആൾക്കാരും നോർമലി അറിയുന്ന ആൾക്കാർക്ക് തന്നെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ 5ാമത്തെ വർക്കൗട്ട് കൊടുത്ത് പുഷപ്പും മൗണ്ടെയിൻ ക്ലൈമ്പിങ് കൂടി ക്ലബ് ചെയ്തിട്ടുള്ളൊരു വർക്കൗട്ടാണ് കൊടുത്തത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പറ്റുന്ന വർക്കൗട്ടുകൾ മാത്രം, ഇപ്പോൾ 21 ഒരു 5 എണ്ണം ആണെങ്കിൽ 5 എണ്ണം മതി. അതിനുശേഷം ആപ്സിൻ്റെ വർക്കൗട്ടിൽ 21 ഒരു 5 എണ്ണം ആണെങ്കിൽ ആ 5 എണ്ണം മതി. അതെടുക്കുക. അതെങ്ങനെയാണ് കറക്റ്റ് പൊസിഷനിൽ ചെയ്യുക എന്ന്, ഇപ്പം ഒരു ബർപ്പീസ് അല്ലെങ്കിൽ ഹൈനീസ്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള പോസ്റ്റർ എങ്ങനെയാണ് ഒന്നും കൂടി നിങ്ങൾ വേറെ യൂട്യൂബിൽ റെഫർ ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന പോസ്റ്റർ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറി വരും. അതുകൊണ്ട് അതങ്ങനെ തന്നെ അല്ലേ ചെയ്യുക എന്ന് നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ മനസ്സിലായതിന് ശേഷം മാത്രം വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ അത് ചിലപ്പോൾ ഈ ചലഞ്ച് ചിലപ്പോൾ 2 വീക്സ് കൊണ്ടൊന്നും കംപ്ലീറ്റ് ആയെന്ന് വരില്ല, കുറച്ച് ടൈം എടുക്കും. പക്ഷേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കളിക്കാം. പിന്നെ ഈ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും ഞാൻ അതുപോലെ അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 21 വർക്കൗട്ട്, 21 അല്ലേ, ഇതിൻ്റെ അകത്ത് ഞാൻ 15 ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ വർക്കൗട്ടിൽ നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. ഇപ്പോൾ ഇതിലും നമുക്ക് കുറേ ബുദ്ധിമുട്ടുള്ളതുണ്ട്. അതായത് ഇപ്പം ഇൻ ആൻഡ് ഔട്ട്, അതൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള വർക്കൗട്ടാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള എനിക്ക് തോന്നിയ റിവേഴ്സ് ക്രഞ്ച് ലെഗ് എക്സ്റ്റൻഷൻ, അതും കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന വർക്കൗട്ട് നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഇത് 2 വീക്സ് കൊണ്ട് കഴിയാൻ ചാൻസ് ഇല്ല, അതിന് കുറച്ച് ടൈം എടുക്കും. ഇത് നമ്മൾ പതുക്കെ, അതായത് ഒരു വർക്കൗട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അത് നിങ്ങളപ്പോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുക. ആദ്യത്തെ ദിവസം കുറച്ച് നിങ്ങൾ നടക്കുക, നല്ല റൊട്ടേഷൻസ് ഒക്കെ ചെയ്യുക. ആളുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ ആളുടെ ചാനലിൽ തന്നെ വേണമെങ്കിൽ നല്ല വാമപ്പിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവും, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഉണ്ടാവും, അത് ചെയ്യുക. ഡയറക്റ്റായിട്ട് ഈ തംബ്നെയിൽ കണ്ടിട്ട് അട്രാക്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് അത് ചെയ്യാണ്ടിരിക്കാം. ഓക്കെ, പിന്നെ വളരെയാണെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ആദ്യം കുറച്ച് നടക്കുക, ജോയിൻറ്റ് റൊട്ടേഷൻസ് ചെയ്യുക. അതിനുശേഷം ഓരോന്നും നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും നോക്കുക. അതിൻ്റെ കറക്റ്റ് പോസ്ചർ എന്താണെന്ന്
ഇല്ലാതെ നോക്കുക. അങ്ങനെ നോക്കി ചെയ്യാം. ഓക്കെ. പിന്നെ ഒരു ഫിറ്റ്നസ് എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഈസി ആയിരിക്കും, നിങ്ങൾക്ക് അത്രയും റെഫർ ചെയ്യണത് കുറയും, നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഫിറ്റ്നസ് എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് തേടുക, എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പിന്നെ എന്തായാലും പിന്നെ വേറൊരു കാര്യം, ഒരു കലറി ഡെഫിസിറ്റ് ഡയറ്റ്, അതായത് നമ്മൾ കഴിക്കുന്ന കലറിനെക്കാട്ടി കുറച്ച് ഉള്ള കലറി കഴിച്ചിട്ട് ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും വെയിറ്റ് കുറയും. ചില കണ്ടീഷൻസിൽ നടക്കില്ല, അതായത് എന്തെങ്കിലും ഹോർമോണൽ പ്രശ്നങ്ങളുള്ള ആൾക്കാർ പറയുകയാണെങ്കിൽ PCOD തൈറോയിഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ കലറി കുറച്ച് കഴിഞ്ഞാലും അവർക്ക് വെയിറ്റ് കുറയാൻ ചാൻസ് ഇല്ല. ഭയങ്കര വർക്കൗട്ട്, ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്ട്രെസ്സ് കൂടുമ്പം അങ്ങനത്തെ പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പം വെയിറ്റ് കുറയാൻ ചാൻസ് ഇല്ല. അപ്പോൾ അവർക്ക് അവരുടേതായ വേറെ വർക്കൗട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഏത് ടൈപ്പിലാണോ പെടുന്നത് എന്ന് നിങ്ങൾ തന്നെ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യുക. അതിന് ശേഷം ഇങ്ങനത്തെ ചലഞ്ചുകളിലൊക്കെ ചെയ്യാം. അപ്പം ഈ ചാനൽ നിങ്ങളൊന്ന് നോക്കുക, ചാനൽ കയറി നോക്കുക. അതിനുശേഷം ഏറ്റവും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള വർക്കൗട്ടിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള വർക്കൗട്ട് മാത്രം നിങ്ങൾ നോക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ആദ്യം ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് വാക്കിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുക, അത് ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. ഒരു 2 വീക്സിലോ 3 വീക്സിലോ ചലഞ്ച് എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്ട് അത് ത്രൂ ഔട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ നോക്കുക. ഹാർഡ് വർക്ക് അല്ല ഇമ്പോർട്ടൻറ്റ്, സ്മാർട്ട് വർക്കാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡു സ്മാർട്ട് വർക്ക്, നോട്ട് ഹാർഡ് വർക്ക്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഭയങ്കര ലെങ്തി വീഡിയോ ആവേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് പേഴ്സണലി ചോദിക്കാം, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കമൻറ്റായിട്ട് ചോദിക്കാം, എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.